ശിവജിയാണ് തൃശ്ശൂരിൽ നിന്നും. ശ്രീ ശിവജി, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ശിവജി എന്ന് പറയുന്ന ഒരു സംഖ്യയാണ് സംസാരിക്കുന്നത് കിരൺ സാറേ. അതറിയാം. സംഖ്യയാണ്. പ്രത്യേകം പറഞ്ഞേര് മറ്റേ പുള്ളിയോട്, നമ്മുടെ ദീപുവിനോട്. ഞാൻ സംഖ്യ തന്നെയാണ്. ശരി, അത് അറിയാമല്ലോ, നമുക്ക് അറിയാമല്ലോ ശിവജി സംഖ്യയാണെന്നുള്ള കാര്യം. ഞാൻ പറയുന്നത് ഗോദ്രയിലെ കലാപവും ഞങ്ങൾ ഉണ്ടാക്കിയതാണ്, ഗുജറാത്ത് കലാപവും ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയതാണ്. ഇവന്മാരെ ഞങ്ങൾ തട്ടിയതുവാ. എന്താ ഇപ്പൊ പ്രശ്നം? അല്ല, അങ്ങനെയൊക്കെ വിശ്വസിക്കുന്നവർക്ക് അല്ല, അങ്ങനെയൊക്കെ നിങ്ങളുടെ പ്രശ്നം എന്താ? അങ്ങനെയൊക്കെ കരുതുന്നവർക്ക് പിന്നെ അത്തരം പ്രാകൃത ചിന്താഗതിയുമായി കഴിയുന്നവർക്ക് അങ്ങനെ കഴിയാം. തീവ്രവാദികളെ ഞങ്ങൾ തട്ടും, ഇനിയും തട്ടും. അത് മുസ്ലിം അല്ലേ എവനായാലും ശരി. അല്ല, തീവ്രവാദികൾ ആരാണെന്നൊക്കെ തീരുമാനിക്കുന്നത് താങ്കളാണ്. ഈ ലോകം മുഴുവൻ തീവ്രവാദം ഇല്ലാത്ത, മുസ്ലിം തീവ്രമില്ലാത്ത ഒറ്റ രാജ്യം തനിക്ക് പറയാൻ പറ്റുമോ? ഇന്ത്യയിലെ ഹിന്ദു തീവ്രവാദികളെ കുറിച്ച് താങ്കൾക്ക് എന്താണ് അഭിപ്രായം? 500-ൽ പരം രാജ്യങ്ങളുണ്ട് മുസ്ലിം തീവ്രവാദമില്ലാത്ത ഒറ്റ രാജ്യം കിരണ് പറയാൻ പറ്റുമോ? ശ്രീ ശിവജി, പറയാൻ പറ്റുമോ? ഇന്ത്യയിലെ ഹിന്ദു തീവ്രവാദികളെ കുറിച്ച് എന്താണ് താങ്കളുടെ അഭിപ്രായം? ഇനിയിപ്പോ പൃഥ്വിരാജല്ല, ഭരത് ഗോപിയുടെ മകനല്ല, മോഹൻലാലല്ല, ഏതവരെ വിളിച്ചാലും പിന്നെ ഞങ്ങൾക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമില്ലെന്നോ? ഞങ്ങൾക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ഞങ്ങൾ പറയും. പറയാം, പക്ഷെ വിവരക്കേടാവരുത്. ആളുകൾ ചിരിക്കുകയാണ് ഇതൊക്കെ കേട്ടിട്ട്. പൃഥ്വിരാജ് IS ബന്ധം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ട് ആൾക്കാർ ചിരിക്കാനല്ലേ? സാമാന്യ ബുദ്ധിയൊക്കെ വേണ്ടവര് വിമർശനം പറയുമ്പോഴാണ് ആളുകൾ പറയുന്നത്. ഞങ്ങൾ പറയുകയും ചെയ്യും. അതറിയാം, അത് ശിവജി പറയുന്നത് കേൾക്കുമ്പോഴറിയാം. ഹിന്ദുക്കളുടെ അട്ടിപ്പേറായിട്ട് ഞങ്ങൾ ഒരു ഹിന്ദു ഉള്ളത് ആ ഒരു ഹിന്ദുവിന്റെ കാര്യം പറയും. പിന്നെന്താ അതിനെന്താ കുഴപ്പം? സംഖ്യയൊക്കെ എന്താ വല്ല കുറവുണ്ടോ? സംഖ്യയുടെ സംസാരിച്ച് ആരെ ചോദിക്കാൻ? ഏത് അന്തംഗമ്മി അവിടെ ഉള്ളത്? ഏത് അന്തംഗമ്മി ദിബു അവിടെ ഉള്ളത്? പോടാ ദിബു നീ നിന്റെ പണി നോക്കാൻ അന്തംഗമ്മി. ശ്രീ ശിവജി, ആളുകൾക്കെതിരെ ഒരു ആരോപണം പറയുമ്പോൾ